ിന്റെ പേരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നിയമ നടപടി ശക്തമാക്കി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ. സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഹിജാബ് ധരിച്ചു തന്നെ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ഉന്നത തലത്തിൽ സ്കൂൾ അധികൃതർക്ക് മേൽ സമ്മർദ്ദമുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ആ സമ്മർദ്ദത്തിന്റെ ഒരു പ്രതികരണമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിലൂടെ നമ്മൾ ഇന്നലെ കേട്ടത്. പക്ഷെ കോടതി പറഞ്ഞത് അങ്ങനെയല്ല. സ്കൂളിന്റെ നിയമം അനുസരിക്കാൻ വിദ്യാർത്ഥിക്ക് ബാധ്യതയുണ്ട് എന്നാണ്. നോക്കൂ, ഇപ്പോഴും സമ്മർദ്ദമെന്നാണോ സ്കൂൾ അധികൃതർ പറയുന്നത്? കൃഷ്ണരാജ, ഈ ഹിജാബ് വിഷയത്തെ മുൻനിർത്തി വലിയ ഒരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ് സ്കൂൾ അധികൃതർക്ക് മേൽ വയ്ക്കുന്നത്. ഹിജാബ് ധരിച്ച് തന്നെ, അതായത് എന്ത് പിടിവാശിയാണോ വിദ്യാർത്ഥിനിയെ പിന്തുണച്ചുകൊണ്ട് ആസൂത്രിത സംഘടിത ലക്ഷ്യങ്ങളോടെ മുന്നോട്ട് വന്ന ആളുകളും മുന്നോട്ട് വെച്ചത്, അതേ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ വകുപ്പുമെല്ലാം കൂട്ടുനിൽക്കുന്നു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. കാരണം അത്തരത്തിൽ വലിയ സമ്മർദ്ദം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് സ്കൂൾ അധികൃതർക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെയും മറ്റ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെ രക്ഷിതാക്കൾ പലതവണ ഇക്കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഉയർത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഷിൻജി, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായി. 10-ാം തീയതിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അതിനുശേഷവും വലിയ സ്കൂൾ അധികൃതരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ ഹിജാബ് ധരിച്ച് തന്നെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇത്രയും പീസ്ഫുൾ, ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ രണ്ട് പിള്ളേരും ഇവിടെ തന്നെയാണ്. മോൻ ഇവിടെ തന്നെയാണ് പഠിച്ചത്, മോളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സ്കൂളിൽ. ഇതുവരെ ഞങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടായില്ല, ഒരു പ്രശ്നം ഇങ്ങനത്തെ ഉണ്ടായിട്ടേ ഇല്ല ഇവിടെ. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നേക്കുന്നത്. ഇത്രയും ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പൊ ഈ കൊച്ചു വന്നപ്പോൾ തൊട്ട് അവരോട് പറയണമെന്ന്. അപ്പൊ ഇത്രയും മാസം ഇല്ലാത്ത പ്രശ്നം പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ട് വരാനാണെങ്കിൽ അത് എന്തോ റിലീജിയസ് ഇത് മൈൻഡിൽ വെച്ചിട്ടായിരിക്കണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഈ 4 മാസത്തോളം യൂണിഫോം ധരിച്ച് കൃത്യമായി വരുന്നു. പെട്ടെന്നൊരു ദിവസം കുട്ടി ആദ്യം ഹിജാബ് ധരിച്ചു വരുന്നു, അടുത്ത ദിവസം ഹിജാബ് ധരിച്ചു വരുന്നു. അതിന്റെ പേരിൽ 10-ാം തീയതി പുറത്തു നിന്നുള്ള ആളുകൾ എത്തുന്നു. അത് ഒരു ആസൂത്രണമാണ്. എക്സാക്ട്ലി, ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. അതിന് ഒരു ഡൗട്ട് ഇല്ല. ഇത് ഒരു സീൻ ജസ്റ്റ് ടു ക്രിയേറ്റ് എ സീൻ, അല്ലെങ്കിൽ ഒരു സ്കൂൾ നന്നായിട്ട് പോകുന്ന സ്കൂളിന് ഒരു ചീത്തപ്പേര് ഉണ്ടാക്കാനുള്ള രീതിയിൽ തന്നെ അവർ ചെയ്തുകൊണ്ട് വന്ന ഒരു ഇഷ്യൂ ആണ് ഇത്. അങ്ങനെ കൃത്യമായ ഒരു ആസൂത്രണം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി ദിവസങ്ങളോളം നീണ്ട, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു പ്രശ്നം വഷളാക്കാം എന്നത് സംബന്ധിച്ചുള്ള ആസൂത്രണങ്ങൾ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്ന് നടക്കമുണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ നമ്മളോടൊപ്പം PTA പ്രസിഡന്റ് ജോഷി, അദ്ദേഹം ഈ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ നിലപാടുകൾ സ്വീകരിച്ച ആളാണ്. സ്കൂളിന്റെ ഒരു അച്ചടക്കം പാലിക്കണം, അത് ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും അനുവദിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. നമസ്കാരം ജോഷേട്ടാ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നേരത്തെ ഉയർത്തിയതാണ്. ഇതിലൊരു സംഘടിത സ്വഭാവത്തോടു കൂടിയുള്ള നീക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയും പരിശോധിക്കാൻ നേരത്ത്. അല്ലെങ്കിൽ ഈ STPI പോലുള്ള സംഘടനകളുടെ ഒരു സ്വാധീനം മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? STPI ലൈവായിട്ട് ഞങ്ങളോട് പറഞ്ഞോളൂ. STPIയുടെ ഈ വൈസ് പ്രസിഡന്റ് നിയോജകമണ്ഡലം, തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് എന്ന ആളാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ STPIയുടെ സ്വാധീനമുണ്ട്. അപ്പോൾ STPI തള്ളി പറയുകയാണെങ്കിൽ മറ്റ് നിരോധന സംഘടന അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം 30 വർഷത്തോളമായി ഈ സ്കൂൾ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, നല്ല സ്റ്റാൻഡേർഡോട് പഠിപ്പിക്കുന്ന സ്കൂൾ. അതിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ഒരു ആസൂത്രണ ഒരു ശ്രമമാണെന്നുള്ളത് ആർക്കും മനസ്സിലാവും. നമ്മളിത് ഈ പ്രദേശത്തുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് സ്ഥാപിത ആസൂത്രണമായിട്ടുള്ള പരിപാടികളാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കൃത്യമായിട്ട് ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണല്ലോ ഒരു കുട്ടിയെ, അത് പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ pre-KG മുതൽ പഠിക്കുന്ന കുട്ടിയല്ല, മറ്റു സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയാണ്. അപ്പം അങ്ങനെ ഇതൊരു കാര്യം അന്വേഷിക്കേണ്ടത്, ഈ കുട്ടി ഏതൊക്കെ സ്കൂളുകൾ മാറിയാണ് ഇവിടെ വന്നത്. എൻ്റെ അറിവിൽ 1-2 സ്കൂളും മാറിയെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസം മുൻനിർത്തി കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണം ഇല്ലാത്തതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് ഇത്രയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ രക്ഷിതാക്കളും കുട്ടികളും ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. കാരണം കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചു, ഈ ഇത്തരം എന്താ പറയുക, കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കയറുകയാണല്ലോ കുട്ടികൾ ഈ സമയത്ത് ഉള്ളിലേക്ക് പോലും ആദ്യമത ചിന്തകളും വിഷം കുത്തിവയ്ക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പം നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ ലൈവ് കണ്ടതാണല്ലോ. ഞങ്ങളുടെ മുന്നിൽ ഈ പറയുന്ന ആളുകൾ ആക്രോശത്തോടെ വരുന്നു, കുട്ടികൾ ഭയക്കുന്നു, കുഞ്ഞുങ്ങളെ ഞങ്ങൾ 2 ദിവസം അവധി കൊടുക്കേണ്ടി വന്നില്ലേ, നമ്മളിത് കണ്ടതല്ലേ. വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഇടപെടണം കൃത്യമായിട്ട്. മാത്രമല്ല ഇതിനകത്ത് സ്കൂളിന് സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എയും ഡിയും ഒക്കെ വളരെ വളരെ അവർ സമ്മർദ്ദം ഉണ്ടാക്കി ഇപ്പം തന്നെ കുട്ടിയെ കയറ്റണമെന്നുള്ള നിലപാടിലേക്ക് വന്നു. സ്കൂളിൻ്റെ മറ്റേ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നാണ് നമ്മൾ ഒരു ഷാഹിനെ എന്ന് പറയുന്ന ഒരു എറണാകുളം DEO മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അവർ പറഞ്ഞത്, അവരുടെ വോയിസ് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു സമ്മർദ്ദം. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു. പിന്നെ അവർ കോൾ വന്നെന്ന് പറഞ്ഞിട്ട് കോൾ വന്നു നിങ്ങളത് അറിയേണ്ട കാര്യമില്ല. ആരാ വിളിച്ചതെന്ന് വെച്ചപ്പോൾ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇതാണ് ഷാഹിന, എനിക്ക് തോന്നുന്നു മഞ്ചേരിയോ മറ്റോ ആണെന്നൊന്നും അവർ സ്വന്തം സ്ഥലം. അവർ ട്രാവൽ 4 മണിക്ക് ഞാൻ വിളിക്കുമ്പോൾ അവർ ട്രാവലിങ്ങിലാണ്, ട്രെയിനിലാണെന്നാണ് അവർ പറഞ്ഞത്. ഈ ഓഫീസ് ടൈമിൽ എങ്ങനെയാണ് അവർ ട്രാവൽ ചെയ്യുക? ഒന്നെങ്കിൽ അവധിയായിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ആഫ്റ്റർ ലീവ് എടുക്കണം. ഇതുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ഈ സർക്കാരാണ്. വിദ്യാഭ്യാസ വകുപ്പ് അതുകൂടി ഒന്ന് പരിശോധിക്കണം. ഇവരുടെ സമ്മർദ്ദം എങ്ങനെയുണ്ടായി, ഇവർ ഈ പറയുന്ന ഇവരുടെ പിടിയിലകപ്പെട്ടിട്ടുണ്ടോ, അതൊക്കെയാണ് എനിക്കറിയാനുള്ളത്. ഈ ഒരു പൊതുസമൂഹം അത് അറിയണം, തിരിച്ചറിയണം. കാരണം ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരം ആളുകൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളറിയാം. സമ്മർദ്ദത്തിലേക്കാക്കുകയാണ് ഈ സ്കൂളുകളെ. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കം വിളിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുതന്നെയാണ് ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് ആസൂത്രിതമായി നീക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ സമ്മർദ്ദം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കം വിളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനിയും ആ കുട്ടിയെ ഹിജാബ് ധരിച്ച് തന്നെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് സ്കൂളിൻ്റെ അച്ചടക്കം സ്വാഭാവികമായിട്ടും ബാധിക്കും. സ്കൂളൊരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു യൂണിഫോം ഉണ്ട്, യൂണിഫോം കോഡ് ഉണ്ട്. ആ യൂണിഫോം കോഡ് പാലിക്കാതെ എത്തുമ്പോൾ അത് മറ്റു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും എങ്ങനെ വരാമെന്നുള്ള ചിന്തയൊക്കെ വരും. അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായാൽ നമ്മൾ എങ്ങനെയായിരിക്കും PTA അല്ലെങ്കിൽ രക്ഷിതാക്കൾ അതിനെ പ്രതിരോധിക്കുന്നത്? അത് പറയുമ്പോൾ ഒരു വലിയ വിഷയം തന്നെ ആയിട്ട് മാറും. കാരണം ഒരു കുട്ടിക്ക് അത് അലൗ ചെയ്ത് അത് ബാക്കി കുട്ടികൾക്കും അതായിട്ട് വരും, പെർമിഷനായിട്ട് വരും. സോ ദാറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ആക്ച്വലി. അത് നടക്കാൻ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാം യൂണിഫോമിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് ഒരു സ്കൂളിലേക്ക് വരാം. സ്കൂളിൽ യൂണിഫോം എന്തിനാണ് നമുക്ക് കൊടുക്കുന്നത്? എല്ലാം കുട്ടികളുടെ ഉള്ളിൽ ഒരു യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് യൂണിഫോം വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തോന്നിയ പോലെ വന്നാൽ അത് ഒന്നാമത് അത് ശരിയല്ല. പിന്നെ നമുക്ക് അത് അലൗ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ സം അതർ സ്കൂൾ വേർ ദർ ഇസ് എ യൂണിഫോമിറ്റി, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇഷ്യൂ ഇല്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ സ്കൂളിൽ ഞങ്ങളുടെ കൊച്ചുങ്ങളെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ എല്ലാം പിള്ളേർക്ക് അവരുടെ തോന്നിയ പോലെ നടക്കാനുള്ള ഇതല്ല സ്കൂൾ ഈസ് ഗോട്ട് ടു ഹാവ് ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാണ് സ്ഥാപനമാണ് സ്കൂൾ. സോ വി ഷുഡ് ആക്ച്വലി ഫോളോ ദി സ്കൂളിന്റെ മാനേജ്മെന്റ് റൂളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ അനുവാദം കൊടുത്താൽ നമ്മൾ ഒരു തരത്തിൽ അതിനെ അംഗീകരിക്കില്ല. ഇല്ല ഡെഫിനറ്റ്ലി നോ. ഇല്ല അത് അലൗ ചെയ്യാൻ പറ്റത്തില്ല. യെസ് ഡെഫിനറ്റ്ലി അതുണ്ടാവും. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഹിജാബ് ധരിച്ചു തന്നെ കുട്ടിക്ക് സ്കൂളിൽ വരാമെന്നൊരു തീരുമാനം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് സ്കൂൾ അധികൃതരെ കൊണ്ട് എടുപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുകയാണ് എങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ശക്തമായി തന്നെ അതിനെ ചെറുക്കുമെന്ന കാര്യം തന്നെയാണ് രക്ഷിതാക്കൾ അറിയിക്കുന്നത്. PTA ഭാരവാഹികളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം അത് പല സ്കൂളുകളിലും ഇതേ വിഷയം ഉയർത്തിക്കൊണ്ട് ഹിജാബ് അടക്കമുള്ള മതപരമായ വിഷയങ്ങൾ, തീവ്രമത ചിന്തകൾ, വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികളിൽ കുത്തിവെക്കുന്നു. അത് പിന്നീട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ആസൂത്രിതമായ നീക്കങ്ങൾ കൃത്യമായി തന്നെ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം മാത്രമായി ആണ് ഈ സെന്റ് റീത്ത സ്കൂളിലെ വിഷയങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ. അവിടെ കോടതി പോലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുണ്ട് സ്കൂളിലെ നിയമങ്ങൾ അത് പാലിക്കാനുള്ളതാണ്, വിദ്യാർത്ഥികൾക്ക് പാലിക്കാനുള്ളതാണ്. സ്കൂളിലെ അച്ചടക്കം പാലിക്കപ്പെടണം, യൂണിഫോം കോഡ് പാലിക്കപ്പെടണം. മറിച്ച് അല്ലെങ്കിൽ അത് തകർക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല സ്കൂളിന് സംരക്ഷണം നൽകണമെന്ന് പോലീസിന് നിർദ്ദേശിക്കുകയും സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും
ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണം. ഒരു സ്കൂളിൻ്റെ നിയമം എന്താണോ അത് പിന്തുടരാൻ എല്ലാ വിദ്യാർത്ഥികളും ബാധ്യസ്ഥരാണ്, പോലീസിൻ്റെ സംരക്ഷണം നൽകണം എന്നൊക്കെ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് സ്കൂൾ തുറക്കുന്നുണ്ടോ? PTA പ്രസിഡന്റ് അങ്ങനെ വല്ല സൂചനയും തന്നോ? കൃഷ്ണരാജ്, ഇന്ന് തുറന്ന് പ്രവർത്തിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ പരീക്ഷകളടക്കം നടക്കുന്നത് കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് PTA പ്രസിഡന്റിനോട് തന്നെ അക്കാര്യം നോക്കി. സാധാരണ ഇപ്പോൾ നമ്മളോട് എല്ലാവർക്കുമുള്ളൊരു സംശയം തന്നെയാണ് അദ്ദേഹം ആരാഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന് മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് പ്രവർത്തനം നടത്തുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? എങ്ങനെയാണ് അത് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പ്രവർത്തന ദിവസമല്ല. പിന്നെ അപ്പം നമുക്ക് അവർ മറ്റ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ടാവും. മാതാപിതാക്കൾ ബന്ധുക്കളുടെ വീട്ടിൽ പോവുകയോ അങ്ങനെ. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ 2 ദിവസത്തേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സർക്കാരിൻ്റെ ഭാഗത്ത് DEയുടെ കയ്യിലൊരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ ഇൻസ്പെക്ഷനും കഴിഞ്ഞിട്ട് വരും. പക്ഷെ അതിനകത്ത് സുമേഷ് എന്ന് പറയുന്ന ഒരു ക്ലർക്ക് ഈ DEയും കൂടി ഒരു ഭീഷണി ഇനി ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ഈ എക്സ്പ്ലനേഷൻ തന്നാൽ മാത്രം, അതായത് ഈ കുട്ടിയെ ഇവിടെ ഈ വേഷത്തിൽ ധരിപ്പിച്ചാൽ മാത്രമേ തരൂ എന്നൊരു നിലപാടാണ് ഈ പറയുന്ന DE എടുത്തിരിക്കുന്നത്. അത് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതാണ്. ഇത്രയും കാലമില്ലാത്തൊരു വിഷയം ഈ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലിരിക്കുകയാണ്. അവർ തരില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ്. അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പൊതുസമൂഹം തിരിച്ചറിയേണ്ടതാണ്. ഈ ഒരു എന്താ പറയുക, ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വയ്ക്കാനുള്ള ഒരു ശ്രമം ഇവരെ ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സത്രപരമായ ഒരു നടപടി തന്നെ ഉണ്ടാകുന്നു. അത് മനസ്സിലായല്ലോ. അവർ ഈ ഒരു വിഷയത്തിൽ അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടിയെ കയറണമെന്നുള്ളത് എഴുതി തരണമെന്ന് പറഞ്ഞാണ് അവർ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആര്? ഈ പറയുന്ന ഈ DEO അവർ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഒരു കാര്യം, ഇപ്പം നമ്മളെ സ്വാഭാവിക കോടതി ഇപ്പം ഇന്ന് തുറക്കണം എന്ന് പറഞ്ഞാൽ കോടതി നിർബന്ധത്തോട് പറഞ്ഞതോ അല്ലെങ്കിൽ അതൊരു ഉത്തരവായിട്ട് പറഞ്ഞതോ അല്ലല്ലോ? ഇല്ല, ഞങ്ങളുടെ ഇല്ല അത്ര പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി സ്കൂളിൽ സ്വാഭാവികമായിട്ട് അപ്പം കുട്ടികളോട് നമ്മൾ രക്ഷിതാക്കളും അറിയിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസം എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പം റെഗുലർ ക്ലാസ് അല്ല. അപ്പം എക്സാമിലേക്ക് കുട്ടികൾ വന്നാൽ മതി. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നാളെ ഇത് ശരിക്കും തിങ്കളാഴ്ച ആരംഭിക്കുന്ന എക്സാം പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു കുട്ടികൾക്ക് റിലാക്സ് ആകാനും മാതാപിതാക്കൾക്ക് സമാധാനത്തിൽ കുട്ടികളെ വിടാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി കോടതിയിലേക്ക് പോവുകയും കോടതി കൃത്യമായിട്ട്, അത് പ്രശസ്തമായിട്ടുള്ളൊരു വസ്തുതയാണ്, കൃത്യമായിട്ട് അന്ന് തന്നെ നമുക്ക് കോടതിക്ക് ഗൗരവം മനസ്സിലായിട്ടാണ് അന്ന് തന്നെ ആ കേസ് എടുക്കുകയും അത് ഞങ്ങൾക്ക് ഈ പറയുന്ന പൊതുസമൂഹത്തിന് അനുകൂലമാകുന്ന ഒരു വിധി ഉണ്ടാക്കി തന്നത്. PTA പ്രസിഡന്റ് ജോഷി അദ്ദേഹം പറഞ്ഞത് സ്കൂൾ ഇന്ന് തുറക്കുന്നില്ല, പ്രവർത്തനം വീണ്ടും അധ്യയനം ഇന്ന് ആരംഭിക്കുന്നില്ല. അതായത് വളരെ ചരിത്ര പശ്ചാത്തലമുള്ള ഒരു സ്കൂളാണെന്ന് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കുട്ടികൾ ആസ്വദിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരിടം, വലിയൊരു കളിസ്ഥലമൊക്കെ നമ്മൾ പശ്ചാത്തലത്തിൽ കണ്ടു. നോക്കൂ, 3 കാര്യങ്ങൾ. ഇതുവരെ ഇല്ലാത്ത ഒരു ശീലത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകാനുള്ള ശ്രമം. 2, PTA പ്രസിഡന്റിൻ്റെ 2 വെളിപ്പെടുത്തലുകൾ. 1, ഈ സംഭവത്തിന് പിന്നിൽ, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ SDPI ആണ് എന്ന് വ്യക്തമാണ്. അവർ ഞങ്ങളോട് നേരിട്ട് വന്ന് ഇക്കാര്യം പറഞ്ഞു എന്നത്. 2, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നു എന്ന് ആ പ്രദേശത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ തലപ്പത്തിരിക്കുന്നയാൾ പറഞ്ഞു എന്ന്. നോക്കൂ, പിന്നിൽ എത്രമാത്രം വ്യക്തമായ ആസൂത്രണം നടന്നുവെന്ന് വ്യക്തമാണ്. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം നിന്നാണല്ലോ പറഞ്ഞത് സ്കൂൾ പക്വത കാണിക്കണമായിരുന്നുവെന്ന്. അതെ കൃഷ്ണരാജ്, നമുക്കറിയാം ഇത്തരം സാഹചര്യങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അടക്കം അവരുടെ ആശയ പ്രചരണങ്ങളും അവരുടെ ചിന്താഗതികളും കുത്തിവെക്കാൻ സ്കൂളുകളിൽ പോലും അത്തരം കാര്യങ്ങൾ ശ്രമിക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും എങ്ങനെയാണ് ഇവരോടെല്ലാം പെരുമാറുന്നത്, ഇവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ സെന്റ് റീത്ത സ്കൂളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. അവിടെയും ഈ ഒരു മാനേജ്
മാനേജ്മെന്റിനെയും സ്കൂൾ അധികൃതരെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയും അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുമാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചത്. മാത്രമല്ല തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വിട്ടുകൊണ്ട് വലിയ സമ്മർദ്ദം ഇവിടെയുള്ള പ്രിൻസിപ്പലിന് മേൽ നൽകുകയാണ് ചെയ്യുന്നത്. ഡിഒയും എഒയും എല്ലാം തന്നെ വിട്ടുകൊണ്ടും അവരെ കൊണ്ട് വിളിപ്പിച്ചുകൊണ്ടും സമ്മർദ്ദം ചെലുത്തുന്നു. ആ കുട്ടിയെ ഹിജാബ് ധരിച്ച് തന്നെ ഇവിടെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണം, ആ കുട്ടിക്ക് അങ്ങനെ തന്നെ അധ്യയനം തുടരാൻ അനുവദിക്കണം. പുറമേക്ക് ചില കാര്യങ്ങൾ സ്കൂളിന്റെ യൂണിഫോം പാലിക്കണം, അല്ലെങ്കിൽ യൂണിഫോം കോഡ് പാലിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അണിയറയിൽ ശ്രമിക്കുന്നത് കൃത്യമായി തന്നെ അത് അട്ടിമറിക്കാൻ മാത്രമല്ല തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞു, സ്കൂളിനോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള നടപടികൾ പോലും ഈ വിദ്യാഭ്യാസ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അങ്ങനെ കൃത്യമായി തന്നെ അവരെന്താണോ ഉദ്ദേശിച്ചത്, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്താണോ ലക്ഷ്യം വെച്ചത്, എന്താണ് മുന്നോട്ട് വെച്ചത്, അത് നടപ്പിലാക്കുക എന്നത് തന്നെയാണ്. ഇതിനു മുമ്പ് സമാനമായി തന്നെ ഇതേ കുട്ടിയുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ ബന്ധുക്കളിൽ ചില വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് മറ്റു ചില സ്കൂളുകളിലും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നുവെന്നും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട്. അത് കേവലം ഒരു വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, മതപരമായ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഇത്തരമൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് അല്ലെങ്കിൽ മതപരമായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ച് മാത്രമേ തങ്ങൾക്ക് പഠനത്തിന്റെ ഭാഗമായി മാറാൻ കഴിയുകയുള്ളൂ എന്ന ചിന്താഗതി വരുമ്പോൾ ഇവിടെ ഏതാണ്ട് 100-ലധികം വിദ്യാർത്ഥികൾ ഇതേ സമുദായത്തിൽ നിന്ന് ഇവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരെല്ലാം ഈ ഒരു ആവശ്യം, ഞങ്ങൾക്കും ഹിജാബ് ധരിച്ച് മാത്രമേ വരാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ ഒരു ഏകീകൃത അച്ചടക്ക സ്വഭാവം, ഒപ്പം തന്നെ യൂണിഫോം രീതികൾ എല്ലാം തന്നെയാണ്, യൂണിഫോം കോഡ് എല്ലാം തന്നെയാണ് മാറ്റിമറിക്കപ്പെടുന്നത്. അത് മറ്റ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയെ ചേർക്കുമ്പോൾ അച്ചടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയാണ് ചേർക്കുന്നത്. ആ കാര്യത്തിൽ സെന്റ് റീത്താസ് സ്കൂൾ കാലങ്ങളായി തന്നെ മികച്ച പേര് ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെ തകർക്കുക എന്ന ആസൂത്രിതമായ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. അത്രമാത്രം വലിയ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ എത്തിയ SDPI നേതാവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയത്. അവർ ഈ വീഡിയോകൾ പകർത്തുന്നു, ബഹളം വയ്ക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും അടക്കമുള്ള ആളുകളെ, കൊച്ചു കുട്ടികൾ പോലും LKG UKG ക്ലാസ്സുകളിൽ, 1ാം ക്ലാസ്സുകളിലെല്ലാം തന്നെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ, അവർ പോലും ഭയപ്പെട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം. അങ്ങനെയാണ് 2 ദിവസത്തെ ഒരു അവധി കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് സ്കൂൾ പോയത്. കാരണം ആ ഒരു സമ്മർദ്ദത്തെ അവർക്ക് അതിജീവിക്കേണ്ടതുണ്ട്, ആ ഒരു ഭയപ്പാടിൽ നിന്ന് അവർ മോചിതരാകേണ്ടതുണ്ട്. ഇത്തരമൊരു സംഭവം നേരിൽ കാണേണ്ടി വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ തങ്ങൾക്ക് അവിടെ സുരക്ഷിതരായിരിക്കും, വീണ്ടും ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം സുരക്ഷ ഉണ്ടാകും എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അവർക്കൊരു ഭയപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസത്തെ അവധി സ്കൂളിന് നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിൽ PTA അടക്കമെടുത്ത നിലപാട് അത് ഏറ്റവും പ്രസക്തമായ നിലപാട് തന്നെയാണ്. അവർ ഒറ്റക്കെട്ടായി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. PTA യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവർ ആ പ്രധാനപ്പെട്ട തീരുമാനം, ഇത്തരത്തിൽ അച്ചടക്കം ലംഘിക്കുന്ന ഒരു നടപടിയും തങ്ങൾ പിന്തുണയ്ക്കില്ല. ഇക്കാര്യത്തിൽ തങ്ങളുടെ പൂർണ്ണമായ പിന്തുണ സ്കൂളിനുണ്ട്, സെന്റ് റീത്താസ് മാനേജ്മെന്റിന് ഉണ്ട്. അവർക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് തന്നെ തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന കാര്യം സ്കൂൾ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇത്തരം നിലപാടുകളെയും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും മറികടക്കാൻ തന്നെയാണ് സെന്റ് റീത്താസ് സ്കൂളിന്റെയും ഇവിടുത്തെ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം തന്നെ ഒരു തീരുമാനം. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് പ്രശ്നങ്ങളിലേക്കാണ് ഈ ഒരു സംഭവത്തെ വലിച്ചിഴക്കാൻ പോകുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒപ്പം തന്നെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നിയമ നടപടി ശക്തമാക്കുകയാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ. പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ സമ്മർദ്ദമുണ്ടായി എന്നാണ് സ്കൂൾ PTA പ്രസിഡന്റ് പറഞ്ഞത്. SDPIക്കാർ നേരിട്ട് വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു, ഹിജാബ് ധരിക്കാൻ സമ്മർദ്ദമുണ്ടാക്കി എന്ന് കൃത്യമായി PTA പ്രസിഡന്റും സ്കൂൾ അധികൃതരുമൊക്കെ പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.